നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാനുമായുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്കായി US സംഘം നാളെ ഇസ്ലാമാബാദിലേക്ക്. അവസാന അവസരമെന്നും കരാറിലെത്തിയില്ലെങ്കിൽ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ്. പ്രതികരിക്കാതെ ഇറാൻ. US സമുദ്ര ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസിലൂടെ കപ്പലുകൾ കടത്തിവിടില്ലെന്നും ഇറാൻ. ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെ പിന്മാറി മറ്റ് ടാങ്കറുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് അടച്ച UAE-യിലെ സ്കൂളുകൾ ഏപ്രിൽ 20-ന് തുറക്കും. വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സ്കൂളുകൾ. സ്കൂൾ ബസ്സുകളും നാളെ മുതൽ സർവീസ് നടത്തും. കടുത്ത വേനൽ തുടരവേ സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴ. ബുധനാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധന. ലോഡ് ഷെഡിംഗും പവർ കട്ടും ഒഴിവാക്കാൻ ശ്രമമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക്. അയല, മത്തി തുടങ്ങിയവയ്ക്ക് ക്ഷാമം. ദൂരദർശനിലൂടെയുള്ള പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രതിപക്ഷം. പ്രസംഗം പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് കോൺഗ്രസും ഇടതു പാർട്ടികളും. വനിതാ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചു BJP. പശ്ചിമബംഗാളിൽ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണത്തിൽ മോദി മമത വാക്പോര്. തൃണമൂലിന്റെ ഗുണ്ടകൾക്ക് കീഴടങ്ങാൻ അവസാന അവസരമെന്ന് മോദി. സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞ് BJP തന്നെ കൊല്ലാൻ പദ്ധതിയിടുന്നുവെന്ന് മമത. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രത്തിൽ നിർണായക നീക്കം. പുതിയ ഹൈക്കമ്മീഷണറായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ദിനേശ് ത്രിവേദിയെ നിയമിച്ചു. അയൽ രാജ്യങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ നയതന്ത്ര പ്രതിനിധിയായി അയക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം. ഇറാനുമായുള്ള ചർച്ചകൾക്കായി തന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. US മുന്നോട്ട് വയ്ക്കുന്ന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിലെ എല്ലാ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർത്തു കളയുമെന്നും ട്രംപ് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിൽ ഇന്നലെ ഇറാൻ നടത്തിയ വെടിവെപ്പ് വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായിട്ടാണ് US പ്രതിനിധി സംഘം പോകുന്നത്. ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നൽകിയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കി. കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമുസ് അടച്ചതോടെ അമേരിക്കയുമായുള്ള സമാധാന കരാറിൽ നിന്ന് അകലെയാണെന്നും ഇറാൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. US നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഉപരോധം പിൻവലിക്കും വരെ ഒരു കപ്പലും ഹോർമൂസ് കടക്കില്ലെന്നും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. അമേരിക്ക ഉപരോധം തുടരുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. US-ഉമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ നിന്ന് വളരെ അകലെയാണെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ വ്യക്തമാക്കി. അമേരിക്കയെ വിശ്വാസമില്ലെന്നും ഏതു നിമിഷവും അമേരിക്ക ആക്രമിക്കുമെന്ന് ഭയക്കുന്നതായും ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഒരു സമാധാന കരാർ ഉണ്ടാകുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള ഉപരോധം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. സുരക്ഷാ സംരക്ഷണ സേവനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള തുക നൽകുന്ന കപ്പലുകൾക്ക് മാത്രമേ ഇനി മുതൽ കടലിടുക്കിലൂടെ മുൻഗണനാടിസ്ഥാനത്തിൽ കടന്നുപോകാൻ അനുമതി നൽകൂ എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതോടെ നിരവധി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. ഹോർമുസിലെ നാവിക സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കുവൈറ്റ്. വെള്ളിയാഴ്ച നടന്ന ഉന്നതതല അന്താരാഷ്ട്ര വെർച്വൽ ഉച്ചകോടിയിൽ മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബായുടെ നേതൃത്വത്തിലുള്ള കുവൈറ്റ് പ്രതിനിധി സംഘം രാജ്യത്തിന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ചു. ഇമാനുവൽ മാക്രോണും കെയർ സ്റ്റാമറും ചേർന്ന് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും അതിന്റെ ആഗോള പ്രതിഫലനങ്ങളും ചർച്ചയായി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്നടച്ച UAE-യിലെ സ്കൂളുകൾ ഏപ്രിൽ 20-ന് തുറക്കും. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി UAE-യിലെ വിദ്യാലയങ്ങൾ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയിരുന്നു. സംഘർഷത്തിന് അയവ് വന്നതോടെയാണ് നേരിട്ടുള്ള പഠന രീതി പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാം സ്കൂളുകളിൽ പൂർത്തിയായി കഴിഞ്ഞു. സ്കൂൾ ബസ്സുകളും നാളെ മുതൽ സർവീസ് നടത്തും. പുതിയ പാഠ്യവർഷം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങളുടെയും പഠനോപകരണങ്ങളുടെയും വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു.
കുവൈറ്റിൽ മാധ്യമ നിയമലംഘനങ്ങൾക്കെതിരെ നടപടി. നിയമലംഘനങ്ങളെ തുടർന്ന് 7 മാധ്യമങ്ങളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതും മാധ്യമ ചട്ടങ്ങൾ ലംഘിച്ചതുമാണ് നടപടിക്ക് കാരണം. മാധ്യമ ഉള്ളടക്കത്തിന്റെ വിശ്വാസ്യതയും സാമൂഹിക മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനാണ് നടപടി. ലംഘനങ്ങൾ തുടർന്നാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇനി പാർക്കിലിരുന്നും ജോലി ചെയ്യാം. പ്രകൃതിയുടെ ശാന്തതയിൽ സൂര്യപ്രകാശത്തിന് താഴെ തുറസായ സ്ഥലങ്ങളിലിരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള സൗകര്യം ദുബായിൽ ഇനി ലഭിക്കും. ദുബായ് മുനിസിപ്പാലിറ്റിയാണ് വർക്ക് ഫ്രം പാർക്ക് എന്ന നൂതന ആശയം പ്രാവർത്തികമാക്കുന്നത്. വർക്ക് ഫ്രം പാർക്ക് കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്ന നൂതന ആശയം പ്രാവർത്തികമാക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി. എമിറേറ്റിലെ പബ്ലിക് പാർക്കുകൾ വർക്ക് പ്ലേസ് കൂടിയാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ. പ്രകൃതിയുടെ ശാന്തതയിൽ സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യാനുള്ള അവസരം. ദുബായ് അൽബർഷ പോൺ പാർക്കിലാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഒരുക്കുന്നത്. അടുത്ത മാസത്തോടെ പദ്ധതി നിലവിൽ വരും. പാർക്കിന്റെ പരിസ്ഥിതിയുമായി ഇണങ്ങും വിധമുള്ള മോഡുലാർ വർക്ക് സ്പേസുകളാകും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുക. സംരംഭകർ, ഫ്രീലാൻസർമാർ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നടത്തുന്നവർ, റിമോട്ട് വർക്ക് രീതി പിന്തുടരുന്നവർ എന്നിവർക്ക് സൗകര്യം പ്രയോജനപ്പെടുത്താം. അമാന ഗ്രൂപ്പ്, ലെറ്റ്സ് വർക്ക് LLC എന്നിവരുമായി സഹകരിച്ചാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഈ ആശയം നടപ്പാക്കുന്നത്. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. അധികം വൈകാതെ ദുബായിലെ കൂടുതൽ പബ്ലിക് പാർക്കുകളിലും ഈ പദ്ധതി നടപ്പാക്കും. അമൃത ന്യൂസ്, ദുബായ്. കേരളത്തിപ്പോൾ ചൂട് കൂടുകയാണ്. കടുത്ത വേനൽ തുടരവേ സംസ്ഥാനത്തിന് ആശ്വാസമായിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിൽ പലയിടത്തും ശക്തമായ വേനൽ മഴ ലഭിച്ചു. അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം റെക്കോർഡ് ഉയരത്തിലെത്തി. ലോഡ് ഷെഡിംഗും പവർ കട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് വേനൽ കടുക്കുന്നതിനിടെ പെയ്ത വേനൽ മഴ ആശ്വാസമാവുകയാണ്. എറണാകുളം, വയനാട് ജില്ലകളിലാണ് ശക്തമായ വേനൽ മഴ പെയ്തത്. ഇന്നും പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള സാധ്യതയുമുണ്ട്. മറ്റു ജില്ലകളിലും താപനിലയിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. 6033 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. AC-യുടെയും ഫാനിന്റെയും ഉപയോഗം കൂടിയതും ഗ്യാസ് ഇല്ലാത്തതിനാൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗം വർദ്ധിച്ചതുമാണ് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ പ്രധാന കാരണം. എന്നാൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KECB. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതിയുടെ ആവശ്യകതയിൽ 50 മെഗാവാട്ടോളം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് അറേഞ്ച്മെൻറ്റിൽ 200 മെഗാവാട്ടിൻ്റെ കുറവും 16-ാം തീയതി മുതൽ ഉണ്ടായി. കൊച്ചിയിൽ വേനലിനാശ്വാസമായി മഴയുമെത്തി. ജില്ലയിൽ പലയിടത്തും കനത്ത മഴ പെയ്തു. ആലുവയിലെ കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ മറിഞ്ഞു വീണു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് പലയിടത്തും വേനൽ മഴ ലഭിക്കും. അമൃത ന്യൂസ്, പാലക്കാട്. സംസ്ഥാനത്തെ കനത്ത ചൂടിൽ നിന്ന് ഉൾക്കടലിലേക്ക് ഓടി ഒളിച്ചിരിക്കുകയാണ് മത്സ്യങ്ങളും. അയല, മത്തി തുടങ്ങിയ മത്സ്യങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്ത് കിട്ടാക്കനിയായ അവസ്ഥയാണ്. കപ്പൽ ചാലിലേക്ക് ഇറങ്ങി മത്സ്യബന്ധനം നടത്തിയിട്ടും കാര്യമായി ഒന്നും കിട്ടാതെ മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് പലായനം ചെയ്തു തുടങ്ങി. പതിവ് പോലെ മത്തിയും അയലയും ഉൾപ്പെടെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഒരാഴ്ച വരെ കടലിൽ തങ്ങി ഒടുവിൽ നിരോധിത മേഖലയ്ക്ക് അടുത്തുവരെ നീങ്ങിയിട്ടും കാര്യമായി ഒന്നും ലഭിക്കാതെ മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. സാധാരണ 5 ദിവസമൊക്കെ നമ്മൾ കടലിൽ നിൽക്കുക. ഇപ്പോൾ 8 ദിവസവും 10 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 45 മാറ് 50 മാറിൽ പോയി മീൻ കാണാതെ നമ്മൾ 100-150 മാറ് ഉള്ളിലോട്ട് പോയിട്ടാണ്, കപ്പൽ ചാലിൽ പോയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മീൻ പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ ചൂട് കാരണം മീൻ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ തീരദേശത്ത്. 60 നോട്ടിക്കൽ മൈൽ ദൂരത്തിലധികം പോയി രാത്രിയിൽ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യമായി മത്സ്യം ലഭിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ മത്സ്യം കിട്ടിയിരുന്നതിനു പകരം ഇപ്പോൾ 30,000-40,000 രൂപയുടെ മത്സ്യമേ ലഭിക്കുന്നുള്ളൂ. 50 അടി മുതൽ 100 അടി വരെയുള്ള ബോട്ടുകളും പരമ്പരാഗത വള്ളങ്ങളുമാണ് പണിയില്ലാതെ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇന്ധനക്ഷാമം ഉൾപ്പെടെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കടം വാങ്ങി മത്സ്യബന്ധനത്തിനിറങ്ങുമ്പോൾ കടലും കൈവിടുന്ന അവസ്ഥയാണ്. 1 മാസം പിന്നിട്ടാൽ ട്രോളിംഗ് നിരോധനം കൂടി എത്തുമ്പോൾ എല്ലാ തരത്തിലും പട്ടിണിയാകുമെന്ന് ഉറപ്പാണ്.
ചൂട് കൂടിയത് മത്സ്യബന്ധന മേഖലയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അയില, മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ കിട്ടാനാവാത്ത അവസ്ഥയാണ്. 7 ദിവസത്തോളം കടലിൽ നിന്നിട്ടും നിരാശയായി മടങ്ങേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് ഇവർ. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. വനിതാ സംവരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ആക്ഷേപം. ഇക്കാര്യം ഉന്നയിച്ച് കോൺഗ്രസ് പരാതി നൽകി. സംവരണ ബിൽ പാസ്സാകാത്തതിൽ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. മണ്ഡലം പുനർനിർണയത്തോടെ തന്നെ വനിതാ സംവരണം നടപ്പാക്കുമെന്ന് BJP ആവർത്തിച്ചു. ദൂരദർശനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ സംവരണ ബിൽ പാസ്സാകാത്തതിൽ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച പ്രധാനമന്ത്രി കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി ഔദ്യോഗിക പ്രസംഗം രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തുവെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിമർശിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ബില്ല് പരാജയപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ആയുധമാക്കുകയാണ് BJP. രാജ്യത്തിന്റെ പെൺകുട്ടികൾ കൂടുതലായി രാഷ്ട്രീയത്തിലെത്തുന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ലെന്ന് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2029ഓടെ വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഗൂഢാലോചന നടത്തി സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം ഇല്ലാതാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 33% आरक्षण मिले, मोदी ने ये सुनिश्चित किया। बंगाल की बहनें चाहती थी कि ये 2029 से ही लागू हो। मोदी ने इसके लिए भी प्रयास किया, लेकिन TMC नहीं चाहती थी। വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയതിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ രാജ്യത്തുടനീളം സ്ത്രീകളെ അണിനിരത്തി BJP പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. മണ്ഡല പുനർനിർണയത്തോടെ തന്നെ രാജ്യത്ത് വനിതാ സംവരണം നടപ്പാക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രിയുടെ ദൂരദർശൻ വഴിയുള്ള പ്രസംഗത്തിനെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ നിയമസഭകളിലേക്കുള്ള വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്താൻ പൊതുസംപ്രേഷണ മാധ്യമമായ ദൂരദർശനെ ദുരുപയോഗം ചെയ്തത് ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കവും സന്ദേശവും സർക്കാർ ആശയവിനിമയമായി കണക്കാക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ പാർട്ടികളെ പേരെടുത്ത് പറഞ്ഞ് നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ബില്ല് അവതരിപ്പിച്ചത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴായിരുന്നുവെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി ആരോപിച്ചു. പ്രധാനമന്ത്രി ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമായിരുന്നു. വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരവേ ആ ചട്ടങ്ങളുടെ നഗ്നമായ ഒരു ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 1ാം ഘട്ട പരസ്യ പ്രചാരണം ആവേശക്കൊടുമുടിയിൽ എത്തി നിൽക്കെ ബംഗാളിൽ മോദിയും മമതയും നേർക്കുനേർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ബംഗാളിൽ നടപ്പാക്കുന്നില്ലെന്ന ആരോപണമുയർത്തി മമതാ ബാനർജി സർക്കാരിനെ ഇന്ന് രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃണമൂലിന്റെ ഗുണ്ടകൾക്ക് കീഴടങ്ങാൻ അവസാന അവസരം നൽകുകയാണെന്നും മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞ BJP തന്നെ കൊല്ലാൻ പദ്ധതിയിടുകയാണെന്നായിരുന്നു മമതാ ബാനർജിയുടെ തിരിച്ചടി. മറ്റന്നാൾ അവസാനിക്കുന്ന 1ാം ഘട്ട പരസ്യ പ്രചാരണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളും മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചേർന്ന് തീപിടിപ്പിക്കുകയാണ്. ദുബായിൽ മലനിരകളിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ദുബായ് പോലീസ് രക്ഷിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ ഹത്ത മലനിരകളിലാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച 2 സ്ത്രീകൾ കുടുങ്ങിയത്. വിവരം ലഭിച്ച ഉടനെ ദുബായ് പോലീസിന്റെ പ്രത്യേക വിഭാഗമായ ബ്രേവ് യൂണിറ്റും പോലീസ് സേനാംഗങ്ങളും ആംബുലൻസും സ്ഥലത്തെത്തി. ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചാണ് മലനിരകളിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ കണ്ടെത്തിയത്. തുടർന്ന് പരിശീലനം നേടിയ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഇവരെ രക്ഷിക്കുകയായിരുന്നു. മലനിരകൾ നിറഞ്ഞ ഹത്ത പ്രദേശം ദുബായിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. നിരവധി ആളുകളാണ് ട്രെക്കിങ്ങിനും മറ്റുമായി ഇവിടെ എത്തുന്നത്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ദുബായ് പോലീസിന്റെ മൊബൈൽ സ്മാർട്ട് ആപ്പ് വഴിയോ 999 എന്ന നമ്പറിലോ സഹായം തേടാമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. കുവൈറ്റ്
കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വാണിജ്യ വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കില്ലെന്ന് അധികൃതർ. വിമാനത്താവളം തുറക്കാനായി പുതിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായ ശേഷം മാത്രമേ സർവീസുകൾ തുടങ്ങുകയുള്ളൂവെന്നും സിവിൽ ഏവിയേഷൻ വിഭാഗം അറിയിച്ചു. അതേസമയം ഫെബ്രുവരി അവസാനം മുതൽ അടച്ചിട്ടിരിക്കുന്ന വിമാനത്താവളം തുറക്കുന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. യുദ്ധം മൂലമുണ്ടായ കേടുപാടുകൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയതായി സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ വർഷം 42 കോടിയിലധികം യാത്രക്കാരാണ് രാജ്യത്തെ വിവിധ പൊതുഗതാഗത മാർഗങ്ങളെ ആശ്രയിച്ചത്. 2019 ഇത് വെറും 18.33 കോടി മാത്രമായിരുന്നു. ഇതിനെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 129% വളർച്ചയാണ് ഉണ്ടായത്. പൊതുഗതാഗത മേഖലയുടെ വേഗതയിലുള്ള വികാസവും ജനങ്ങൾക്കിടയിൽ ഇതിനുള്ള സ്വീകാര്യതയുമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 17 ലോക പൊതുഗതാഗത ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ മാർക്കറ്റിംഗ്, സെയിൽസ് തസ്തികകളിൽ ഉയർന്ന സൗദിവൽക്കരണം നടപ്പിലാക്കി തുടങ്ങിയതായി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഇതിനായി സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിരുന്ന സാവകാശം അവസാനിച്ചതോടെ പുതിയ നിയമം നിലവിൽ വന്നു. പുതിയ നിയമപ്രകാരം ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവരിൽ 60% പേരും സൗദി പൗരന്മാരായിരിക്കണം. 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് സൗദിവൽക്കരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് കുറഞ്ഞ വേതനം 5500 റിയാലായി മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ മരിച്ച വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ നിയമപരമായ അനുമതിയില്ലാതെ നിരത്തിലിറക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ നിയമപരിഷ്കാരവുമായി സൗദി പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ്. രാജ്യത്ത് മരിച്ചയാളുടെ പേരിൽ തുടരുന്ന വാഹനങ്ങൾ നിയമപരമായ അനുവാദമില്ലാതെ ഡ്രൈവ് ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ 900 റിയാൽ വരെ പിഴ ചുമത്താനും വാഹനം പിടിച്ചുവെക്കാനും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഇസ്തിത്ലാഹ് പ്ലാറ്റ്ഫോമിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ നിർദ്ദേശത്തിന് അംഗീകാരം ലഭിക്കുന്നതോടെ ഇത് നിലവിലെ ട്രാഫിക് നിയമത്തിന്റെ ഭാഗമാകും. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ദിനേശ് ത്രിവേദി ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറാകും. നിലവിലെ ഹൈക്കമ്മീഷണറായ പ്രണയ് വർമ്മ യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യൻ അംബാസിഡറായി മാറുന്ന ഒഴിവിലേക്കാണ് നിയമനം. ഭരണരംഗത്ത് പരിചയമുള്ള ദിനേശ് ത്രിവേദിയുടെ നിയമനത്തിലൂടെ ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി BJP നേതാവ് ദിനേശ് ത്രിവേദിയുടെ നിയമനത്തിലൂടെ നയതന്ത്ര തലത്തിൽ നിർണായക നീക്കമാണ് ഇന്ത്യ നടത്തിയത്. നിലവിലെ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയ്ക്ക് പകരക്കാരനായിട്ടാണ് ദിനേശ് ത്രിവേദിയുടെ നിയമനം. പതിവിന് വ്യത്യസ്തമായി രാഷ്ട്രീയ നേതാവിനെ ഹൈക്കമ്മീഷണറാക്കുന്നതിലൂടെ ബംഗ്ലാദേശുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശിലെ പുതിയ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു. നേരത്തെ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കാലത്ത് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ബംഗ്ലാദേശ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ വരെ ഇന്ത്യ നിർബന്ധിതമായി. പശ്ചിമബംഗാൾ സ്വദേശിയായ ത്രിവേദിയുടെ നിയമനത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ബംഗ്ലാദേശുമായുള്ള ഇടപെടൽ കൂടുതൽ ഊഷ്മളമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. UPA ഭരണകാലത്ത് തൃണമൂൽ കോൺഗ്രസ് അംഗമായിരുന്ന ദിനേശ് ത്രിവേദി റെയിൽവേ മന്ത്രിയായും ആരോഗ്യ സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2021 അദ്ദേഹം തൃണമൂൽ വിട്ട് BJPയിൽ ചേർന്നത്. അമൃത ന്യൂസ്, ഡൽഹി. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ 23 പേർ കൊല്ലപ്പെട്ടു. വിരുദുനഗറിന് സമീപമുള്ള വനജ ഫയർ വർക്ക്സ് എന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടായത്. സ്ഫോടനത്തിൽ ഫാക്ടറിയിലെ 4 മുറികൾ പൂർണ്ണമായും തകർന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിരുദുനഗറിനെ നടുക്കിയ ഉഗ്രസ്ഫോടനമായിരുന്നു ഇന്ന് ഉച്ചയോടെയുണ്ടായത്. വനജ ഫയർ വർക്ക്സ് എന്ന യൂണിറ്റിൽ രാസവസ്തുക്കൾ കലർത്തുന്നതിനിടെയുണ്ടായ ഘർഷണമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തിന്റെ പ്രകമ്പനം കിലോമീറ്ററുകളോളം ദൂരത്തിൽ അനുഭവപ്പെട്ടു. അപകട സമയത്ത് 50ഓളം തൊഴിലാളികൾ ഫാക്ടറിയിലുണ്ടായിരുന്നു. ഉഗ്രസ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ 4 മുറികൾ നിമിഷനേരം കൊണ്ട് തകർന്നു വീണു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന പലരെയും പുറത്തെടുക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. സംഭവസ്ഥലത്തെത്തിയ അഗ്നിശമന സേനയും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. இப்போ ரிகவர்டு பாடிஸ் வி ஷிஃப்டட் டு கவர்மெண்ட் மெடிக்கல் ஹாஸ்பிட்டல் ப்ளஸ் இன்ஜூர்டு பர்சனை ஷிஃப்ட் பண்ணி அங்கே ட்ரீட்மெண்ட் போயிட்டு இருக்கு. ஸோ மாண்புமிகு முதலமைச்சர் கூட பேசினாங்க இந்த இன்சிடென்ட்ஸ் பற்றி, எப்படி ரெஸ்கியூ ஆப்ரேஷன் என்ன பண்ணிட்டு இருக்கிறோம்னா. ஸோ இப்போது இன்னும் அந்த ரெஸ்கியூ ஆப்ரேஷன் போயிட்டு இருக்கும் அண்ட் இன்வெஸ்டிகேஷன் என்கொயரி போயிட்டு இருக்கு. வாட் இஸ் த மேஜர் காஸ்ன்னா அதுக்கப்புறம் தான் நமக்கு தெரிய வரும்.
അപകടത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അനുശോചനം രേഖപ്പെടുത്തുകയും റവന്യൂ ധനകാര്യ മന്ത്രിമാരോട് അടിയന്തരമായി സ്ഥലത്തെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ശിവകാശി, സത്തൂർ മേഖലകൾ ഉൾപ്പെടുന്ന വിരുദുനഗർ ജില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പടക്ക നിർമ്മാണ കേന്ദ്രമാണ്. എന്നാൽ ഈ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. പലപ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് ഇത്തരം വൻ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വിനോദത്തിന്റെ ആനന്ദം മരണത്തിന്റെ വിലാപമായി മാറിയ പാങ്ങ് GLP സ്കൂളിൽ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ അവർ ഒത്തുകൂടി. വിദ്യാലയാങ്കണത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ ഗ്രാമം പ്രിയപ്പെട്ടവരെ അനുസ്മരിച്ചു. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പ് ഭീഷണിയെന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റ്. ജാതി വിവേചന ആരോപണം തെറ്റെന്ന് മാനേജ്മെന്റ് MD അദ്നാൻ പ്രതികരിച്ചു. നിതിൻ ലോൺ എടുത്തത് സഹോദരി ഭർത്താവിന് വേണ്ടിയാണെന്നും അധികൃതർ വിശദീകരിച്ചു. അതേസമയം ആരോപണങ്ങൾ കുടുംബം നിഷേധിച്ചു. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടന്നു. സന്യാസി ശ്രേഷ്ഠരും തന്ത്രി മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢി കാത്തുസൂക്ഷിക്കുന്നതിനും വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ വിഭാവനം ചെയ്യപ്പെട്ട തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം 2ാം വർഷമാണ് തൃശൂരിൽ സംഘടിപ്പിക്കുന്നത്. പാഞ്ചജന്യം ഹിന്ദു ജാഗരൺ സമിതിയുടെയും സന്യാസി സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സന്യാസി ശ്രേഷ്ഠരും തന്ത്രിമുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശൂർ പൂരമെന്നും സനാതനധർമ്മത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും മനസ്സിലാക്കുവാനും ഇത്തരം ഹിന്ദു മഹാസംഗമങ്ങൾ സഹായിക്കുമെന്നും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞു. ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്ന തൃശൂർ പൂരം. അത് കാണാൻ ജാതി മത ചിന്തയില്ലാതെ അനേക ലക്ഷങ്ങൾ ഒരുമിക്കുന്ന ഈ അത്ഭുതം കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് സനാതന ധർമ്മത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം, അതിന്റെ തത്വങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാക്കേണ്ട മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതേപോലുള്ള വേദികൾ ഉണ്ടാവുമ്പോഴാണ് മനസ്സിലാവുക. കവിയും എഴുത്തുകാരനുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സന്യാസി സംഗമവും യതിപൂജയും മാതൃപൂജയും ഗുരുവന്ദനവും പൂരവിചാരമെന്ന സംവാദവും സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, തൃശൂർ ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠർ സംഗമത്തിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തൃശൂർ. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രോജ്വലനം നടത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും ജ്ഞാനയജ്ഞങ്ങളും നടത്തി. മഹോത്സവം നാളെ സമാപിക്കും. മഹാഗണപതി ഹോമത്തോടെയാണ് പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠം 15ാമത് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായത്. മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം, രാഹുദോഷ നിവാരണ പൂജ എന്നിവയും ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രോജ്വലനം നടത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ രാഹുദോഷ നിവാരണ പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ഭഗവതി സേവ, ധ്യാനം, പ്രഭാഷണം എന്നിവയും ഉണ്ടായിരുന്നു. ബ്രഹ്മചാരിണി നിർലേപാമൃത ചൈതന്യയുടെ പ്രഭാഷണവും ഭജനയും ഭക്തർക്കായി ഒരുക്കിയിരുന്നു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിദോഷ നിവാരണ പൂജ, ശനിഹോമം, അഭിഷേകം, ദീപാരാധന എന്നിവയോടെ ആദ്യ ദിവസത്തെ പരിപാടിക്ക് സമാപനമായി. 2ാം ദിനവും വിശേഷാൽ പൂജകളും ചടങ്ങുകളും പ്രഭാഷണവും ഒരുക്കിയിട്ടുണ്ട്.
അമൃത ന്യൂസ്, കണ്ണൂർ. IPL-ൽ സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. രാജസ്ഥാൻ ഉയർത്തിയ 156 റൺസ് പിന്തുടർന്ന കൊൽക്കത്ത ഒരു ഘട്ടത്തിൽ 85 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് വീണുവെങ്കിലും 7ാം വിക്കറ്റിൽ 76 റൺസ് നേടി റിങ്കു സിംഗും അനുകൂൽ റോയും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. 19.4 ഓവറിലാണ് കൊൽക്കത്തയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത ഓവർ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് നേടി. 46 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.